സർ 2026 നമുക്കറിയാം കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. എന്തായാലും വലിയ മുന്നൊരുക്കത്തിലാണ് മുന്നണികളെല്ലാം തന്നെ. UDF പക്ഷേ സർവത്ര പൊട്ടിത്തെറിയാണ്. ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ ആഗ്രഹിച്ച് എല്ലാവരും നിൽക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. മാത്രമല്ല ലീഗ് ഈ രണ്ട് സ്ഥാനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്കിത് വളരെ വ്യക്തമായി മനസ്സിലാവും. അതായത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണത്തിലിരിക്കുകയും ഒപ്പം കേന്ദ്രം ഭരിക്കുകയും ചെയ്ത അരനൂറ്റാണ്ടിലേറെ കാലം കടന്നുപോയി. പക്ഷെ ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ നോക്കുമ്പോൾ കേന്ദ്രത്തിൽ അധികാരമില്ല എന്ന് മാത്രമല്ല, 2 സ്റ്റേറ്റുകൾക്കപ്പുറത്ത് സ്വന്തമായി ഭരിക്കാനും പറ്റുന്നില്ല. പക്ഷെ ബാക്കി സ്റ്റേറ്റിലൊക്കെ, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിൽ പോലും കോൺഗ്രസിന് ഘടകകക്ഷികളുടെ പിന്തുണയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായി. അതായത് വയസ്സ് 135ആയി, പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, തന്നെത്താനെ നടക്കാൻ കഴിയില്ല, 2 പേരുടെ തോളിൽ കൈയിട്ടാലും നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് 6-7 പേരുടെ തോളിൽ കൈയിട്ട് മുന്നണിയായിട്ടാണ് ഇന്ന് കോൺഗ്രസ് ജീവിച്ചിരിക്കുന്നത്, നടക്കുന്നത്, ഭരിക്കുന്നത് എല്ലാം. ഇത് ഘടകകക്ഷികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ ഘടകകക്ഷിക്ക് അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാൻ ഉള്ള പരിശ്രമത്തിലാണ് അവർ. അതിന് അവര് 2-3 മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ മാർഗം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ കക്ഷി, രണ്ടാമത്തെ വലിയ കക്ഷി, ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടിയായി തീരാൻ ആവശ്യമായ രാഷ്ട്രീയ നിലപാടുകൾ അവരെടുക്കുന്നുണ്ട്. അതുപോലെ സമസ്ത പോലെയുള്ള പല സമുദായ സംഘടനകളിലും പിടിമുറുക്കുന്നുണ്ട്. ആശയപരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയോടും മുജാഹിദുകളോടും അടക്കം എല്ലാവരുമായി നല്ല ബന്ധം വെച്ചുകൊണ്ട് ഈ സമസ്തയായാലും മുജാഹിദാണേലും ജമാഅത്തെ ഇസ്ലാമി ആണേലും ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം എളുപ്പമായി, കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ്, അതൊരു ലക്ഷ്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു സാധ്യത നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. കോൺഗ്രസ് ഇത് മനസ്സിലാക്കാതെ പൊട്ടന്മാരൊന്നുമല്ല. കോൺഗ്രസിന് ലീഗിനേക്കാൾ ബുദ്ധിയുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ബുദ്ധി എന്താന്ന് വെച്ചാൽ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് പ്രാദേശിക പാർട്ടികളുടെ പിന്നിലായി പോയതുപോലെ, അതായത് ബീഹാറിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, പഞ്ചാബിൽ, ഇങ്ങനെ എല്ലാ പ്രദേശത്തും പ്രാദേശിക പാർട്ടികളുടെ പിന്നിലായി പോയതുപോലെ ഉടൻ തന്നെ സമീപ ഭാവിയിൽ കേരളത്തിലും മുസ്ലിം ലീഗിന്റെ പിന്നിലാകും എന്നവർക്കറിയാം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്ന കാര്യം, മുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് തന്നാലും ഞങ്ങളെ ഉപേക്ഷിക്കരുത്, അതായത് ലീഗ് ഇടതുപക്ഷത്തേക്ക് പോരുത്, ലീഗിനെ UDFൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു മഹത്തായ ത്യാഗം ചെയ്തു എന്ന പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് കൊടുക്കുന്നു. UDFൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ലീഗ് വരുന്നു. അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് കൊടുക്കുന്നു. പകരം ഒരു 4 ഉപമുഖ്യമന്ത്രി സ്ഥാനം, പിന്നെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ സ്പീക്കർ പദവി. സ്പീക്കർ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡെപ്യൂട്ടി സ്പീക്കർ ആണെങ്കിലും മതി. ഇനി സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ചീഫ് വിപ്പ് കിട്ടിയാലും മതി. അങ്ങനെ എന്തെങ്കിലും കൊടി വെക്കുന്ന ഒരു കാറും, ഒരു 4 ഉപമുഖ്യമന്ത്രി സ്ഥാനവും, പിന്നെ വകുപ്പില്ലാത്ത കുറെ വകുപ്പും. അതായത് ഏതായാലും ലീഗിന് വ്യവസായം കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ പൊതുമരാമത്ത് ലീഗിന് കൊടുക്കേണ്ടി വരും, വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വരും, ധനകാര്യം കൊടുക്കേണ്ടി വരും. അപ്പൊ കാശുള്ള 4 പ്രധാനപ്പെട്ട വകുപ്പ് അങ്ങോട്ട് കൊടുത്ത്, പിന്നെ ഈ ബലൂൺ വികസന കോർപ്പറേഷൻ പോലെയുള്ള ചില സ്ഥാനങ്ങൾ കിട്ടിയാലും മതി. അതായത് എന്നും നഷ്ടത്തിൽ പോകുന്ന ആരോഗ്യ വകുപ്പോ ട്രാൻസ്പോർട്ട് വകുപ്പോ ഒക്കെ, വനം വകുപ്പോ ഒക്കെ കോൺഗ്രസിന് കിട്ടിയാലും മതി. പക്ഷെ 4 ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം. അപ്പോൾ ആ ഒരു കോംപ്രമൈസ് ഫോർമുല ഇന്നലെ മിനിങ്ങാന്നൊക്കെ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ നടന്ന കോൺഗ്രസിന്റെ ഉന്നതതല സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള ഒരു കോംപ്രമൈസിലേക്ക് കോൺഗ്രസ് എത്തുകയാണെങ്കിൽ ലീഗ് UDF വിട്ടു പോകുന്നില്ല. അതല്ല എങ്കിൽ, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലീഗ് UDF വിട്ടാൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് വട്ടപൂജ്യമാവും. വട്ടപൂജ്യമാണെന്ന് ഞാൻ അലങ്കാരികമായി പറഞ്ഞതല്ല. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ വട്ടപൂജ്യമാണ്, അങ്ങനെ പല സംസ്ഥാനത്തും വട്ടപൂജ്യമാണ്. അപ്പൊ ലീഗിന്റെ പിന്തുണ ഇല്ലാതെ വന്നാൽ, ഇപ്പൊ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒറ്റയ്ക്ക് ബാക്കിയുള്ള കക്ഷികളുടെ പിന്തുണയോടുകൂടി മത്സരിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സീറ്റ് പോലും അസംബ്ലിയിൽ കിട്ടാൻ പോകുന്നില്ല. ഈ ആപത്ത് ഒഴിവാക്കാൻ വേണ്ടിയും UDF ശിഥിലമാകാതിരിക്കാൻ വേണ്ടിയും ഞങ്ങളൊരു മഹത്തായ ത്യാഗമനുഷ്ഠിക്കുകയാണ്.
ഇത് മതേതരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, BJP വരാതിരിക്കാൻ വേണ്ടിയാണ്, CPM-നെ ചെറുക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ സത്യത്തിൽ ലീഗ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അപ്പോൾ അതിന്റെ ഒപ്പം നിന്നുകൊണ്ട് എന്തൊക്കെ നേടിയെടുക്കാൻ കഴിയും പരമാവധി, അത് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിന് അഖിലേന്ത്യാ നേതൃത്വത്തെയും മറ്റ് സംസ്ഥാനത്തിലുള്ള കോൺഗ്രസ്സുകാരെയും തൃപ്തിപ്പെടുത്താവുന്നത് പോലെയും മാതൃക കാണിക്കാവുന്നത് പോലെയും ഒരു 4 ഉപമുഖ്യമന്ത്രി സ്ഥാനം, ഇത് 4 എന്ന് ഞാൻ പറയാൻ കാരണം പണ്ട് ബീഹാറിൽ 2 ഉപമുഖ്യമന്ത്രി 3 ഉപമുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായ ചരിത്രമുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കേരളത്തിൽ കിട്ടിയല്ലോ. അപ്പോ അങ്ങനെ ഒരു കണക്കുകൂട്ടലിലാണ് അവര്. പക്ഷേ വിവരമുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 4ാം ക്ലാസ്സിലെ പാഠപുസ്തകം കിട്ടിയില്ലെങ്കിൽ 2ാം ക്ലാസ്സിലെ 2 പാഠപുസ്തകം മതിയോ എന്നൊരു ചോദ്യം കോൺഗ്രസിന് നേരിടേണ്ടി വരും. അതിന്റെ മറുപടി കോൺഗ്രസ് എന്തെങ്കിലുമൊക്കെ അപ്പൊ പറഞ്ഞോളും. ഏതായാലും ഇത്രയും ഗതികെട്ടൊരവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ UDF-ഉം കോൺഗ്രസ് സംവിധാനവും മുന്നോട്ട് പോകുന്നത്. ശരി, ഈ മുന്നണി സംവിധാനത്തിനേക്കാൾ കരുത്തരാണ് തങ്ങളെന്ന് തെളിയിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ലീഗ്. കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും ഇവരെ ഒരുപോലെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അതെ അതെ, കാരണം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ലീഗ് അനിവാര്യമാണ്. ഏത് കറി വെച്ചാലും ഉപ്പില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന പോലെ ലീഗ് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥ LDF-നുമുണ്ട്, UDF-നുമുണ്ട്. അതുകൊണ്ട് ഈ 2 കൂട്ടരും മുസ്ലിമിന്റെ സംഘടിത വോട്ടിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ ഒരു നിലപാടിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നത്. അടുത്ത ജയസൂര്യൻ, ലീഗിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുമ്പോൾ UDF-ലും LDF-ലുമുള്ള ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, അവരിതിനെ എങ്ങനെയായിരിക്കും കാണുക? കാരണം ശബരിമല വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് LDF-ന് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ CPM-ന് കിട്ടിയത് എന്നുള്ളത്. ഈ ഹിന്ദു ജനവിഭാഗം അവരെന്തായാലും ഒരു വോട്ട് ബാങ്ക് ആണല്ലോ, അവരെങ്ങനെയായിരിക്കും ഇതിനെ കാണുക? ഹിന്ദു കേരളത്തില് കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കായി രൂപപ്പെട്ടിട്ടില്ല. ആ ഹിന്ദു വോട്ട് ബാങ്ക് ഇപ്പോൾ ഉള്ളത് BJP-യോടൊപ്പമാണ്. പക്ഷെ അതിന്റെ പെർസെന്റേജ് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇത്രയേ ഉള്ളൂ. എന്നാൽ BJP-യോടൊപ്പം നിൽക്കുന്ന ഹിന്ദുക്കളും CPM-നോടൊപ്പം നിൽക്കുന്ന ഹിന്ദുക്കളും ഒഴികെ ഹിന്ദു ഇതുവരെ ഒരു വോട്ട് ബാങ്ക് ആയിട്ടില്ല. കേരളത്തിൽ ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് BJP-ക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ പിന്തുണ ലഭിക്കുന്നത് CPM-നാണ്. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ UDF-ലെ ഹിന്ദുക്കൾ എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ മാനസിക അടിമത്തം പേറാൻ തയ്യാറായിട്ടുള്ള ചില ആൾക്കാരാണ്. അടിമത്തം അഭിമാനമായി കരുതുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇപ്പോൾ കോൺഗ്രസിനോട് ഒപ്പം നിൽക്കുന്ന ഹിന്ദുക്കൾ. അവർക്ക് ഇത് സഹിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് നാമാവശേഷമാകും. ഇപ്പോൾ പശ്ചിമ ബംഗാളിലൊക്കെ സംഭവിച്ചതാണ്. കോൺഗ്രസ് നാമാവശേഷമായി, ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നാമാവശേഷമായി, ഡൽഹിയിൽ നാമാവശേഷമായി എന്ന് പറയുന്നത് പോലെ കേരളത്തിലും കോൺഗ്രസ് പരിപൂർണമായി നാമാവശേഷമാകുന്നതോടുകൂടി UDF എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം NDA കടന്നു വരും. അതായത് UDF-ന്റെ സമ്പൂർണമായ തകർച്ച, NDA-യുടെ ഉദയമായിരിക്കും. അപ്പോൾ LDF-ഉം NDA-യും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്. വ്യക്തമാണ്. നന്ദി സർ. Yes.